നമസ്കാരം, ഞാൻ അജിത. പ്രധാന വാർത്തകൾ. സർക്കാർ പ്രഖ്യാപിച്ച നെല്ല് സംഭരണം മില്ലുടമകൾ അട്ടിമറിച്ചു. കോട്ടയത്ത് പാടി ഓഫീസ് പടിക്കൽ കേരള കോൺഗ്രസിന്റെ പ്രതിഷേധം. നെല്ല് കർഷകരുടെ ആവശ്യങ്ങൾ സർക്കാർ ഗൗരവമായി പരിഗണിക്കണമെന്ന് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA. അക്ഷരനഗരി കാത്തിരിപ്പിൽ. തിരുനക്കര പകൽപൂരം നാളെ വൈകുന്നേരം 4 മണിക്ക് ഗജവീരന്മാർ അണിനിരക്കും. കോട്ടയത്ത് നാളെ ഗതാഗത നിയന്ത്രണം. മണർകാട്ട് ടിപ്പറിന് പിന്നിൽ സ്കൂട്ടർ ഇടിച്ച് വിദ്യാർത്ഥി മരിച്ചു. ജീവൻ നഷ്ടമായത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി മുഹമ്മദ് അൽത്താഫിന്. റെക്കോർഡ് കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില. പവന് 66,480 രൂപ. ഒരു പവൻ വാങ്ങാൻ GST ഉൾപ്പെടെ 75,000 രൂപ. വാർത്തകൾ വിശദമായി. സർക്കാർ പ്രഖ്യാപിച്ച നെല്ല് സംഭരണം മില്ലുടമകൾ പരാജയപ്പെടുത്തിയതിനാൽ കേരള കോൺഗ്രസിന്റെ പ്രതിഷേധം. കോട്ടയത്ത് പാടി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നെൽകർഷകരുടെ ആവശ്യങ്ങൾ സർക്കാർ ഗൗരവമായി പരിഗണിക്കണമെന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. നെല്ല് സംഭരണം ഫലപ്രദമായി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് കോട്ടയം പാടി ഓഫീസ് പടിക്കൽ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കർഷക മാർച്ചും കൂട്ടധർണയും നടത്തി. കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA കർഷക സമരം ഉദ്ഘാടനം ചെയ്തു. നെല്ല് സംഭരണ കാര്യത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിച്ച് പരമാവധി വേഗത്തിൽ കൊയ്തിട്ടിരിക്കുന്ന മുഴുവൻ നെല്ലും സംഭരിക്കുമെന്ന സർക്കാരിന്റെ വാഗ്ദാനം മില്ലുടമകൾ അട്ടിമറിച്ചതായി മോൻസ് ജോസഫ് MLA പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ജനപ്രതിനിധികളായ പാടി ഓഫീസർമാർ ഇതുവരെ ഫലപ്രദമായി ഇടപെട്ടിട്ടില്ല. 2-3 കിലോ കിഴിവ് നിശ്ചയിച്ച സ്ഥാനത്ത് 13 മുതൽ 18 വരെ കിലോഗ്രാം കിഴിവിലേക്ക് മില്ലുടമകൾ മനഃപൂർവ്വം തർക്കം ഉന്നയിക്കുന്നത് കർഷകർക്ക് വലിയ ഉപദ്രവമായി മാറിയിരിക്കുകയാണെന്നും മോൻസ് ജോസഫ് MLA കുറ്റപ്പെടുത്തി. ഇപ്പോൾ മില്ലുടമകളും സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മില്ലുടമകൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് അവർക്ക് പതിരിന്റെ പേരിൽ കിഴി കൂട്ടി കൊടുക്കാൻ വേണ്ടി ഇനി നെല്ല് മുളയ്ക്കുന്നത് വരെ ഇത് പരമാവധി നീട്ടിക്കൊണ്ടുപോയി. മുളച്ചു കഴിഞ്ഞു 20 ദിവസമായി. അപ്പൊ നെല്ല് മുളച്ചു. മില്ലുടമകൾ ഉദ്ദേശിച്ച കാര്യം നടന്നു. ഇപ്പോൾ ഇനി തോന്നിയ വിലയ്ക്ക് എടുത്തോണ്ട് പോകാം. ഏത് വിലയ്ക്കായാലും നെല്ല് മുളച്ച പിന്നെ കൃഷിക്കാരന് കൊടുക്കുകയും മാർഗം കൊടുക്കും. ഈ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് ഒഴുകയിലിന്റെ അധ്യക്ഷതയിൽ നടന്ന കർഷക സമരത്തിൽ സംസ്ഥാന സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ജോയി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. പാർട്ടി വൈസ് ചെയർമാൻ KF വർഗീസ്, സീനിയർ ജനറൽ സെക്രട്ടറി മാഞ്ഞൂർ മോഹൻകുമാർ, നെൽകർഷക സമരസമിതി കൺവീനർ ബിനു ചങ്ങളം, അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ്, VJ ലാലി, സന്തോഷ് കാവുകാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. 20 ദിവസമായിട്ടും നെല്ല് സംഭരണം നടക്കാത്തതിനെ തുടർന്ന് കിളിർത്ത നെല്ല് പാടി ഓഫീസറെ കാണിക്കുവാനായി കർഷകർ കൊണ്ടുവന്നിരുന്നു. മില്ലുടമകളുടെ നിസ്സഹകരണം മൂലം നെല്ല് സംഭരണം ഫലപ്രദമായി നടത്താൻ കഴിയാത്തതിനാൽ കർഷകർ അനുഭവിക്കുന്ന ദുരിതം മോൻസ് ജോസഫ് MLA പാടി ഓഫീസറുമായി ചർച്ച ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പകൽപൂരം നാളെ നടക്കും. വൈകുന്നേരം 4-നാണ് പകൽപൂരം. തൃക്കടവൂർ ശിവരാജു തിരുനക്കരയപ്പന്റെ സ്വർണ്ണത്തിടമ്പേറ്റു. തിരുനക്കര ദേശനാഥന്റെ തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള പകൽപൂരം നാളെ നടക്കും. തിരുവുത്സവത്തിന്റെ 7ാം ദിവസമാണ് പൂരം നടക്കുന്നത്. രാവിലെ 9 മണിക്ക് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ചെറുപൂരങ്ങൾക്ക് വരവേൽപ്പ് നൽകും. വൈകിട്ട് 4 മണിക്കാണ് പൂരം അരങ്ങേറുക. ഗജരാജൻ തൃക്കടവൂർ ശിവരാജു തിരുനക്കരയപ്പന്റെ സ്വർണ്ണത്തിടമ്പേറ്റും. പടിഞ്ഞാറൻ ചേരുവാരത്തിലാണ് ശിവരാജു തിടമ്പേറ്റി നിൽക്കുക. ഗണപതി കോവിലിന് സമീപം കിഴക്കൻ ചേരുവാരത്തിൽ പാമ്പാടി രാജൻ ദേവിയുടെ തിടമ്പേറ്റും. ഈരാറ്റുപേട്ട അയ്യപ്പൻ, ഭാരത് വിശ്വനാഥൻ, പാമ്പാടി സുന്ദരൻ, ഉഷശ്രീ ശങ്കരൻകുട്ടി, കിരൺ നാരായൺകുട്ടി, കാഞ്ഞിരങ്ങാട്ട് ശേഖരൻ, തടത്താവിള രാജശേഖരൻ, ചൈത്രം അച്ചു, മീനാട് വിനായകൻ, വേമ്പനാട് അർജുൻ, തോട്ടക്കാട് കണ്ണൻ, മീനാട് കേശു, തോട്ടക്കാട് രാജശേഖരൻ, കരിമണ്ണൂർ ഉണ്ണി, അക്കാവിള വിഷ്ണുനാരായണൻ, ചുരൂർമഠം രാജശേഖരൻ, കുന്നുമേൽ പരശുരാമൻ, വേമ്പനാട് വാസുദേവൻ, ഉണ്ണിപ്പള്ളി ഗണേശൻ, കല്ലുത്താഴ് ശിവസുന്ദർ എന്നീ ഗജവീരന്മാർ ഇരുവശങ്ങളിലുമായി അണിനിരക്കും. പെരുമനം കുട്ടന്മാരാരുടെ പ്രാമാണിത്വത്തിൽ 111 കലാകാരന്മാർ പങ്കെടുക്കുന്ന സ്പെഷ്യൽ പഞ്ചാരിമേളവും അരങ്ങേറും. തിരുനക്കര പൂരത്തോടനുബന്ധിച്ച് കോട്ടയം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണർകാട്ട് ടിപ്പറിന് പിന്നിൽ സ്കൂട്ടർ ഇടിച്ച് യാത്രക്കാരനായ വിദ്യാർത്ഥി മരിച്ചു. കൊല്ലം സ്വദേശി മുഹമ്മദ് അൽത്താഫാണ് മരിച്ചത്. കോട്ടയത്ത് മണർകാട് ടിപ്പറിന് പിന്നിൽ സ്കൂട്ടർ ഇടിച്ച് സ്കൂട്ടർ യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി തൊടിയൂർ വടക്കേതിൽ ചെമ്പകശ്ശേരിൽ മുഹമ്മദ് അൽത്താഫ്
ആണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. പുതുപ്പള്ളി തലപ്പാടി SME കോളേജിലെ 2ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. മണർകാട് ഐരേറ്റുനട പാലത്തിന് സമീപം ഇന്നലെ വൈകുന്നേരമാണ് അപകടമുണ്ടായത്. ടിപ്പറും സ്കൂട്ടറും കോട്ടയം ദിശയിൽ പോവുകയായിരുന്നു. കാറിനെ മറികടന്ന് എത്തുമ്പോൾ ടിപ്പറിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് സംശയം. ഓടിക്കൂടിയ യാത്രക്കാർ ചേർന്ന് ഉടൻ തന്നെ സമീപമുള്ള കളത്തിൽപ്പടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വഴിമധ്യേ മരിച്ചു. മണർകാട് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. റെക്കോർഡ് കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില. ഒരു ദിവസം കൊണ്ട് പവന് 480 രൂപ വർദ്ധിച്ച് 66,480 രൂപയായി. ഈ മാസം ഇതുവരെ വർദ്ധിച്ചത് 3,040 രൂപയാണ്. റെക്കോർഡ് കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില. ഇന്ന് ഗ്രാമിന് 60 രൂപ വർദ്ധിച്ച് 8,310 രൂപയായി. പവന് 66,480 രൂപ. ഇന്നലെ പവന് 66,000 രൂപയിൽ നിന്നാണ് 480 രൂപ വർദ്ധിച്ച് ഇന്ന് 66,480 5 ദിവസം കൊണ്ടാണ് 65,840 രൂപയിൽ നിന്ന് ഒരു പവന് 66,480 എത്തിയത്. ഈ മാസം ഇതുവരെ പവന് 3,040 രൂപയാണ് വർദ്ധിച്ചത്. വിലയിലുണ്ടായ കുതിച്ചുചാട്ടത്തോടെ പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ പണിക്കൂലിയും GSTയും അടക്കം 75,000-ഓളം രൂപ നൽകേണ്ടി വരും. രാജ്യാന്തര സ്വർണ്ണവില ട്രോയ് ഔൺസിന് 3,024 എന്ന റെക്കോർഡ് നിരക്കിലെത്തിയതാണ് വില കൂടാൻ കാരണം. 18 കാരറ്റ് സ്വർണത്തിന് 6,810 രൂപയാണ്. US-ന്റെ ഇറക്കുമതി തീരുവ സംബന്ധിച്ച വ്യാപാര നയങ്ങളെ തുടർന്ന് ഉയർന്ന സ്വർണ്ണവില പശ്ചിമേഷ്യയിൽ ഉടലെടുക്കുന്ന പുതിയ സംഘർഷ സാധ്യതകളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും ഉയരാനുള്ള പ്രവണതയാണ് കാണുന്നതെന്നാണ് വിപണി നൽകുന്ന സൂചന. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വാഴൂർ ചാമ്പതാലിൽ SDPI പ്രവർത്തകന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ചാമ്പതാൽ SBI ജംഗ്ഷന് സമീപമുള്ള വടക്കേമുറിയിൽ നിഷാദിന്റെ വീട്ടിലാണ് പരിശോധന നടന്നത്. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടത്തിയതെന്നാണ് വിവരം. ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് റാമ്പ്. ഈ പദ്ധതിയുടെ ഭാഗമായ കാഞ്ഞിരപ്പള്ളി താലൂക്കിലുള്ള വ്യവസായ സംരംഭകർക്കായി MESEE ക്ലിനിക് സംഘടിപ്പിച്ചു. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുമി ഇസ്മായിൽ അധ്യക്ഷയായി. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ രാകേഷ് VR, സന്തോഷ് MR തുടങ്ങിയവർ പങ്കെടുത്തു. വാഴൂർ സെന്റ് പോൾസ് ഹൈസ്കൂളിലെ കഴിഞ്ഞ വർഷത്തെ അക്കാദമിക് പ്രവർത്തനങ്ങളുടെ അവതരണമായ പഠനോത്സവം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് സുനിൽ കുമാർ VKയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം പഞ്ചായത്ത് അംഗം സുബിൻ നെടുപുറം ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ റേനി വർഗീസ്, സ്റ്റാഫ് സെക്രട്ടറി സാബു ജേക്കബ്, അഞ്ജലി V, ഷീന വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. പഠനോത്സവത്തിൽ കുട്ടികളുടെ വിവിധങ്ങളായ അവതരണങ്ങളും നടന്നു. പരിശുദ്ധ പാല ഗദലൂപ്പെ മാതാ റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മരണ തിരുനാൾ ആചരിച്ചു. ഇതോടൊപ്പം നടന്ന ഊട്ടുനേർച്ചയിൽ നിരവധി പേർ പങ്കെടുത്തു. പരിശുദ്ധ പാല ഗദാലുപ്പെ മാതാ റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മരണത്തിരുനാളും ഊട്ടുനേർച്ചയും നടന്നു. ആയിരങ്ങൾ പങ്കെടുത്തു. കുരിശിന്റെ വഴിയെ തുടർന്ന് നടന്ന സമൂഹ ബലിയിൽ വികാരി ഫാദർ ജോഷി പുതുപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ തോമസ് പഴുവക്കാട്ടിൽ, ഫാദർ ഡൊമിനിക് സാവിയോ, ഫാദർ വർഗീസ് ആലിങ്കൽ, ഫാദർ ജോർജ് മഞ്ഞാക്കൽ, ഫാദർ തോമസ് തറപ്പൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഇടവക സമിതി സെക്രട്ടറി ജോർജ് പള്ളിപ്പറമ്പിൽ, PDC സെക്രട്ടറി ജൂബി ജോർജ്, ഇടവക സമിതി അംഗങ്ങൾ, PDC സമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാല. പാല നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി കേരള കോൺഗ്രസ് MLA ജോസ് J ചീരാംകുഴിയെ തെരഞ്ഞെടുത്തു. പാല നഗരസഭ 7ാം വാർഡ് കൗൺസിലറാണ് ജോസ് ചീരാംകുഴി. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.